കടുത്ത വേനലിലും ഇടുക്കിയുടെ മനോഹര കാഴ്ചകൾ കാണാൻ ഇത്തവണയും സഞ്ചാരികളുടെ തിരക്കായിരുന്നു. 9 ലക്ഷത്തോളം പേരാണ് ഇത്തവണ മല കയറിയത്. എന്നാൽ LPG ക്ഷാമവും തെരഞ്ഞെടുപ്പുമെല്ലാം ടൂറിസം മേഖലയെ സാരമായി ഇത്തവണ ബാധിച്ചിട്ടുണ്ട്. അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു. ചൂടേറിയ വേനലവധിയുടെ ആദ്യ പകുതിക്ക് ശേഷം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വന്നുപോയത് 9 ലക്ഷത്തോളം സഞ്ചാരികളാണ്. വാഗമണ്ണിലെ മൊട്ടക്കുന്നിൽ പട്ടം പറത്തിയും മൂന്നാറിന്റെ കുളിരിലലിഞ്ഞും സഞ്ചാരികൾ അവധിക്കാലം ആഘോഷമാക്കി. മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ ആയിരുന്നു ഇക്കുറി സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം. 2.5 ലക്ഷത്തിലേറെ ആളുകളാണ് ഇവിടെ എത്തിയത്. 2-3 പ്രാവശ്യം വരാനായിട്ട്. ഇന്നലെ വൈകിട്ട് വന്നതാണ്. ഇന്നലെ വൈകിട്ട് നല്ല മഞ്ഞുണ്ടായിരുന്നു. ഇപ്പം ഇനി കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു. വലിയ താമസമില്ലാതെ മഞ്ഞും കൂടമഞ്ഞൊക്കെ ഇറങ്ങും. ഒന്നും പറയാനില്ല. ഞങ്ങൾ ആ രീതിയിൽ അങ്ങ് പോവല്ലേ. തണുപ്പ് വേണ്ട, തണുപ്പുണ്ടെങ്കിൽ തണുപ്പ് രീതിയിൽ അങ്ങ് പോവാണ്. അത് മതിയില്ലേ? അത് മതി. ചൂടും കേരള തമിഴ്നാട് തെരഞ്ഞെടുപ്പുകളും സഞ്ചാരികളുടെ വരവിനെ ബാധിച്ചു. പാചകവാതക ക്ഷാമവും ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയായി. എന്നാൽ ഏപ്രിലിനെ അപേക്ഷിച്ച് മെയ് മാസത്തിൽ സഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് ടൂറിസം മേഖലയ്ക്ക് ഉണർവേകി. വാഗമണ്ണില് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സഞ്ചാരികളുടെ ഒഴുക്കിന് വലിയ കുറവൊന്നുമില്ല. എന്നാൽ നേരിയൊരു വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണമെന്ന് പറയപ്പെടുന്നത് ഇപ്രാവശ്യത്തെ ഒന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ചൂട് കൂടുതലായിരുന്നു. അതിൻ്റെ ഭാഗമായി ചില അലേർട്ടുകളൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ടും ചെറിയ കുറവ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഹോട്ടലുകളൊക്കെ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഹോട്ടലുകളൊക്കെ അടച്ച് ഭക്ഷണം കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് എന്ന ഈ ഇത്തരത്തിലുള്ള മെസ്സേജുകളുടെ ഭാഗമായിട്ടാണ് പൊതുവെ ഒരു ചെറിയ കുറവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വന്നിരിക്കുന്നത്. എന്നാൽ പൊതുവെ പറഞ്ഞാൽ നേരിയ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. സഞ്ചാരികളുടെ ഒഴുക്ക് വാഗമണ്ണിലേക്ക് കൂടുതലായിട്ടുണ്ട്. മഴ നിയന്ത്രണങ്ങൾക്ക് മുന്നോടിയായി ഇടുക്കിയുടെ ഭംഗി ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇപ്പോഴും എത്തുന്നത്. കുടുംബത്തിനും കൂട്ടുകാർക്കുമൊപ്പമുള്ള മനോഹര ഓർമ്മകളുമായാണ് ഇവർ മലയിറങ്ങുക. സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് ഇടുക്കി. പതിവ് പോലെ സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് ഇടുക്കിയിലേക്കുണ്ടായത്. സംസ്ഥാനത്ത് അകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ജില്ലയിലേക്ക് ഒഴുകിയെത്തിയത്. ഇടുക്കിയുടെ മനോഹാരിതയും കുളിർമയുമെല്ലാം സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. വാഗമണ്ണിൽ നിന്ന് ക്യാമറമാൻ സനലിൽ അമ്പച്ചിക്കൊപ്പം ജോയിമോൻ ജോസ്, ന്യൂസ് മലയാളം.